നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 1.5 പതിറ്റാണ്ടായി നിർമ്മാണം നിലച്ചുകിടക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിന് ശാപമോക്ഷമാകുന്നു. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കും. ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസ സൗകര്യം ലഭ്യമാകും. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. വയലത്തൂർ കുമാരൻമനയിൽ പ്രസാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവല്ലൂർ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം കുന്നംകുളം പോലീസ് ജയിലിലടച്ചു. വാഹനങ്ങൾക്ക് ഭീഷണിയായിരുന്ന ചാവക്കാട് ബൈപ്പാസ് റോഡിലെ കുഴി നികത്തി. നടപടി സിസിടിവി വാർത്തയെ തുടർന്ന്. പുന്നയൂർക്കുളം നാക്കോലയിൽ വീട് തകർന്നു വീണു. ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മാക്കാലിക്കൽ പുല്ലാനിപ്പറമ്പത്ത് പ്രസാദിന്റെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. ചാലിശ്ശേരി പഞ്ചായത്തിൽ വ്യായാമത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഓപ്പൺ ജിം വരുന്നു. ആദ്യഘട്ടത്തിൽ തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ ഓപ്പൺ ജിം പ്രാവർത്തികമാക്കും. വാർത്തകൾ വിശദമായി. 1.5 പതിറ്റാണ്ടായി നിർമ്മാണം നിലച്ചുകിടക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിന് ശാപമോക്ഷമാകുന്നു. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം. ഗുരുവായൂരപ്പ ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസ സൗകര്യം ലഭ്യമാക്കാനാണ് തെക്കേനടയിലെ പാഞ്ചജന്യം റെസ്റ്റ് ഹൌസ് വിപുലീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ 15 വർഷത്തിലധികമായി നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയായിരുന്നു. മാറി മാറി വരുന്ന ഭരണസമിതികൾ നിർമ്മാണം പുനരാരംഭിക്കാൻ പല പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും എങ്ങും എത്തിയില്ല. ഒടുവിൽ ഡോക്ടർ വി കെ വിജയൻ ചെയർമാനായുള്ള ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. അനക്സ് മന്ദിര വളപ്പിൽ ചേർന്ന ലളിതമായ ചടങ്ങിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 കിടക്കകളോടുകൂടിയ 52 മുറികൾ, 20 പേരെ ഉൾക്കൊള്ളുന്ന ഡോർമെട്രി എന്നീ സൗകര്യങ്ങളാണ് പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിലുള്ളത്. 5.53 കോടിയാണ് പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചെലവ്. കോഴിക്കോട് ആസ്ഥാനമായുള്ള മൂപ്പൻസ് ആസ്ടെക് കമ്പനിക്കാണ് നിർമ്മാണ കരാർ. ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാകും നിർമ്മാണം. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം തുക പിഴയും. പിഴത്തുകയിൽ 1 ലക്ഷം തുക ഇരയ്ക്ക് നൽകുന്നതിനും കോടതി വിധിച്ചു. വയലത്തൂർ കുമാരൻമനയിൽ വീട്ടിൽ പ്രസാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. 2013 കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂൾ വിട്ടുവരുമ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ വീട്ടിൽ വെച്ചും പിന്നീട് കുട്ടിയുടെ മാതാവ് ചികിത്സയിലിരിക്കെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വെച്ചും ബലാത്സംഗം ചെയ്ത കേസിലാണ് പ്രതിക്കെതിരെ വിധിപ്രസ്താവം നടത്തിയത്. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും, കൂടാതെ പോക്സോ ആക്ട് പ്രകാരം 10 വർഷം തടവും 50,000 രൂപയും, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 1 വർഷം തടവും 50,000 രൂപയുമാണ് വിധിച്ചിട്ടുള്ളത്. പിഴ സംഖ്യയിൽ നിന്ന് 1 ലക്ഷം തുക അതിജീവിതയ്ക്ക് നൽകുവാനും കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്ന KG സുരേഷാണ് കേസ് അന്വേഷിച്ചത്. കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ തെളിവുകളും ശേഖരിച്ചതിനു ശേഷം 2023 വിചാരണ ആരംഭിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് രഞ്ജിക K ചന്ദ്രൻ, അഡ്വക്കേറ്റ് KN അശ്വതി എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി ഗ്രേഡ് SI M ഗീത, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത്, രതീഷ് എന്നിവരും പ്രവർത്തിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. വാഹനങ്ങൾക്ക് ഭീഷണിയായിരുന്ന ചാവക്കാട് ബൈപ്പാസ് റോഡിലെ കുഴി നികത്തി. CCTV വാർത്തയെ തുടർന്നായിരുന്നു നടപടി. ഗുരുവായൂർ റോഡിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്കുള്ള തിരിവിലാണ് കുഴി ഉണ്ടായിരുന്നത്. നിരവധി വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിച്ചിരുന്നു. PWD ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി വലിയ മെറ്റലുകൾ ഉപയോഗിച്ചാണ് കുഴി നികത്തിയത്. പുന്നയൂർക്കുളം നാക്കോലയിൽ വീട് തകർന്നു വീണു. ഗൃഹനാഥൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മാക്കാലിക്കൽ പുല്ലാനിപ്പറമ്പത്ത് പ്രസാദിന്റെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. അമ്മ മരിച്ചതോടെ പ്രസാദ് തനിച്ചാണ് വീട്ടിൽ താമസം. 12 വർഷം പഴക്കമുള്ള വീട് നിലവിൽ ശോചനീയാവസ്ഥയിലായിരുന്നു. ഓടുകൾ തകർന്നും മരം കൊണ്ടുള്ള പട്ടികകൾ ദ്രവിച്ച അവസ്ഥയിലുമാണ്. ഓടിനു മുകളിൽ ടാർപോളിൻ കൊണ്ട് മറച്ചാണ് താമസിച്ചിരുന്നത്. വലിയ ശബ്ദം കേട്ടതോടെ പ്രസാദ് പുറത്തേക്ക് ഓടിയിറങ്ങിയതിനാൽ ആളപായമുണ്ടായില്ല. 2021-22 വർഷത്തിൽ ലൈഫ് മിഷനിൽ വീടിന് അപേക്ഷ സമർപ്പിച്ചെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് നിരസിക്കുകയാണുണ്ടായതെന്ന് പ്രസാദ് പറയുന്നു. വീടിന്റെ പകുതിയിലധികം ഭാഗവും നിലം പൊത്തിയിട്ടുണ്ട്. അടുക്കളയും ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്.
വീട് തകർന്നതോടെ എവിടെ തലചായ്ക്കുമെന്ന ആശങ്കയിലാണ് പ്രസാദ്. പുന്നേർകുളം വില്ലേജ് ഓഫീസിലും ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ് പുന്നേർകുളം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവല്ലൂർ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം കുന്നംകുളം പോലീസ് ജയിലിലടച്ചു. കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി സ്വദേശി കൊട്ടിലങ്ങൽ വീട്ടിൽ 26 വയസ്സുള്ള അക്ഷയെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ലഹരി വസ്തുക്കളുടെ വിൽപ്പന, കൊലപാതകം, കൊലപാതക ശ്രമം, അക്രമം ഉൾപ്പെടെ 7ഓളം കേസുകളിൽ പ്രതിയാണ് അക്ഷയ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്കെതിരെ കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ കാപ്പ നിയമപ്രകാരം 6 മാസം പ്രതിയെ ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, റിജിൻ ദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ. 14 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പുലാക്കോട് കുട്ടാടൻ അന്ത്യാളൻ ഏഴരക്കുന്നത്ത് ഡിങ്കൻ എന്ന രാജേഷിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി മിനി ആർ ശിക്ഷിച്ചത്. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 2 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. 2023 ഫെബ്രുവരി മാസത്തിൽ സ്കൂളിൽ നിന്നും തിരികെ വരികയായിരുന്ന അതിജീവിതയെ കൂടെ ചെല്ലാൻ നിർബന്ധിപ്പിച്ച് പ്രലോഭിപ്പിച്ച് കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തി എന്നാണ് പ്രോസിക്യൂഷൻ വാദം. 26 സാക്ഷികളെ വിസ്തരിച്ച 25 രേഖകൾ കോടതിയിൽ ഹാജരാക്കി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ EA സീനത്ത് ഹാജരായി. ചേലക്കര പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന K അരുൺകുമാർ രജിസ്റ്റർ ചെയ്ത കേസ് അന്നത്തെ CI ബാലകൃഷ്ണൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. ചേലക്കര പോലീസ് സ്റ്റേഷൻ CPO വിഷ്ണു, പോക്സോ കോടതി ലൈസൺ ഓഫീസർ CPO ഗീത എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പിഴത്തുക ഇരയ്ക്ക് നൽകാനും നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ശുപാർശ ചെയ്യാനും വിധിയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ചാലിശ്ശേരി പഞ്ചായത്തിൽ വ്യായാമത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഓപ്പൺ ജിം വരുന്നു. തൃത്താല MLAയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ MB രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തിയാണ് തൃത്താലയിലെ 4 പഞ്ചായത്തുകളിൽ ഓപ്പൺ ജിം പ്രാവർത്തികമാക്കുന്നത്. ചാലിശ്ശേരി, തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, പട്ടിത്തറ പഞ്ചായത്തുകളിലാണ് ഓപ്പൺ ജിം നിർമ്മാണം നടക്കുന്നത്. ആദ്യം പൂർത്തിയാക്കുന്നത് ചാലിശ്ശേരി പഞ്ചായത്തിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും സ്ഥലം ലഭ്യമാക്കിയാൽ ഓപ്പൺ ജിം സ്ഥാപിക്കുമെന്നത്. ഇതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ 4 പഞ്ചായത്തുകളിൽ ഓപ്പൺ ജിം യാഥാർത്ഥ്യമാക്കുന്നത്. മറ്റ് 4 പഞ്ചായത്തുകളിൽ സ്ഥലം ലഭ്യമാകുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള ഫണ്ടും മാറ്റിവെച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. തൃത്താല മണ്ഡലത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്നത് ചാലിശ്ശേരി 13-ാം വാർഡ് അങ്ങാടി ഹൈസ്കൂൾ റോഡിൽ GCC ക്ലബിന് സമീപമാണ്. ഇവിടെ 20 ലക്ഷം രൂപയിലധികം ചിലവഴിച്ചാണ് ആധുനിക സംവിധാനങ്ങളോടെ ഓപ്പൺ ജിം വരുന്നത്. പഞ്ചായത്താണ് 6 സെന്റ് സ്ഥലം വിട്ടു നൽകിയത്. സമൂഹത്തിൽ ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ പ്രഭാത നടത്തത്തിന് ശേഷം ഗ്രാമത്തിലെ എല്ലാവർക്കും സൗജന്യമായി വ്യായാമം ചെയ്യുവാൻ ഓപ്പൺ ജിം വഴി സാധിക്കും. ജൂൺ പകുതിയോടെ മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിം മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിക്കും. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം കിഴൂരിൽ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. കിഴൂർ തെക്കേക്കറി വീട്ടിൽ ഫെബിന്റെ മകൻ 22 വയസ്സുള്ള ജോൺ ആണ് മരിച്ചത്. രാവിലെ 8 മണിയോടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. മോട്ടോർ ഉയർത്തുന്നതിനിടയിൽ അബദ്ധത്തിൽ കിണറ്റിൽ വീണയാളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കടവല്ലൂർ ഹൈസ്കൂൾ സ്റ്റോപ്പിൽ കോവിൽ റോഡിൽ കളത്തിൽ വളപ്പിൽ 52 വയസ്സുള്ള അനിൽകുമാറാണ് കിണറ്റിൽ വീണത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് അനിൽകുമാറിനെ കരയ്ക്ക് കയറ്റിയത്. STO ജയകുമാറിന്റെ നേതൃത്വത്തിൽ SFRO സജേഷ്, FROമാരായ നിഖിൽ, ലിജു, സുരേഷ്, ശ്യാം, അമൽ, അശ്വിൻ, ശരത് എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. പെരുമ്പിലാവ് ആൽത്തറ സ്വദേശി മുഹമ്മദിനാണ് പരിക്കേറ്റത്. തിപ്പല്ലൂർ ശിവക്ഷേത്രത്തിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 11:30ഓടെയായിരുന്നു അപകടം. കാലിന് ഗുരുതര പരിക്കേറ്റ മുഹമ്മദിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ താമസക്കാരും മണ്ഡലത്തിലെ സ്കൂളുകളിൽ പഠിച്ചവരുമായ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ MLA പുരസ്കാരം നൽകി ആദരിച്ചു. മമ്മയൂർ LFCGHSSൽ നടന്ന പ്രതിഭാ സംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു.
മുൻ DGP അലക്സാണ്ടർ ജേക്കബ് IPS മുഖ്യാതിഥിയായി. റിസർച്ച് സ്കോളർ ആൻഡ് ട്രെയിനർ സജിത് ശ്രീധർ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. 600-ലധികം ഉന്നത വിജയം നേടിയവരാണ് സംഗമത്തിൽ പങ്കെടുത്ത് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ചടങ്ങിൽ മണ്ഡലത്തിൽ 100% വിജയം നേടിയ 12 സ്കൂളുകളിലെ പ്രധാന അധ്യാപകരെ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ, വിജിത സന്തോഷ്, ഗീതു കണ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഔറംഗാബാദിൽ വെച്ചുണ്ടായ റോഡ് അപകടത്തിൽ കേച്ചേരി തലക്കൂട്ടുകര സ്വദേശി മരിച്ചു. തലക്കൂട്ടുകര ചുങ്കത്ത് വീട്ടിൽ ബിജു പോളാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. വ്യവസായിയായ ബിജു പോൾ മുംബൈയിൽ നിന്നും സെക്കന്ദരാബാദ് പോകും വഴി ഔറംഗാബാദ് പച്ചോടിൽ വെച്ച് ബുധനാഴ്ച രാത്രിയുണ്ടായ കാർ അപകടത്തിലാണ് മരിച്ചത്. ഭാര്യ ഷീനയ്ക്കും മകൻ സ്റ്റെഫാനുമൊപ്പം കാറിൽ സഞ്ചരിക്കുന്നതിനിടെ രാത്രി 12 മണിക്കാണ് അപകടം സംഭവിച്ചത്. മകൻ സ്റ്റെഫാൻ ഓടിച്ചിരുന്ന കാറിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പിൻസീറ്റിൽ ഉറങ്ങുകയായിരുന്ന ബിജു പോൾ ഡോർ തുറന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ബിജു മരിച്ചു. ഭാര്യയ്ക്കും മകനും പരിക്കുകളില്ല. അപകട വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഔറംഗാബാദിലെ കേരള സമാജം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം നാട്ടിലെത്തിച്ചു. വിമാനമാർഗം കൊച്ചിയിലെത്തിച്ച മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം വൈകിട്ട് 4-ന് തലക്കൂട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. വാക്കുകൾ കൊണ്ട് വിസ്മയകരമായ ആന്തരിക ലോകങ്ങൾ സൃഷ്ടിച്ച എഴുത്തുകാരിയാണ് കമല സുരയ്യ എന്ന മാധവിക്കുട്ടിയെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു. പുനേർകുളത്ത് സാഹിത്യ അക്കാദമിയിൽ നടത്തിയ കമല സുരയ്യ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാള സാഹിത്യത്തിൽ ഭാഷാപരമായി നിരവധി പരിമിതികളുണ്ടായിരുന്ന എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. തൻ്റെ കയ്യിലുള്ള വാക്കുകളുടെ പരിമിതി തന്നെ തൻ്റെ ശൈലിയാക്കി മാറ്റുകയും അതിനെ ശക്തമായ ആഖ്യാനരീതി കൊണ്ടുവരികയും ചെയ്ത എഴുത്തുകാരി കൂടിയാണ് അവരെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാഹിത്യം എന്ന് ഉദ്ധരണിക്ക് ഉള്ളിൽ നാം പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ഉദാത്തമായ പദാവലി അതൊന്നും അവർക്ക് അത്രയേറെ പരിചിതമായിരുന്നില്ല. ഈ വാക് വൈഭവം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വാക് പരിമിതിയെ ഒരു വലിയ ലോകം നിർമ്മിക്കാനായി ഉപയോഗിച്ച് അല്പം ചില വരകൾ കൊണ്ട് മഹാചിത്രകാരന്മാർ ചില അത്ഭുതകരങ്ങളായ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ ഈ ചെറിയ ചെറിയ ലളിതമായ നാം നിത്യസഭാഷണത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ട് വിസ്മയകരങ്ങളായ ആന്തരിക ലോകങ്ങൾ സൃഷ്ടിച്ചു എന്നത് മാധവിക്കുട്ടിയുടെ ഒരുപക്ഷെ മറ്റ് പല മലയാള എഴുത്തുകാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വൈശിഷ്ട്യമാണ് എന്ന് ഞാൻ കരുതുന്നു. വെള്ളിയാഴ്ച കാലത്ത് പൊന്നിയൂർക്കുളം കമല സുരയ്യ സ്മാരക സമുച്ചയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. അശോകൻ ചെരുവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ അനിത തമ്പി, ഇ സന്തോഷ് കുമാർ, ഡെറി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. VK ശിവദാസ് വരച്ച കമല സുരയ്യയുടെ ഛായാചിത്രം കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഏറ്റുവാങ്ങി. പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. തുടർന്നു നടത്തിയ നവസ്വർഗം സാഹിത്യ ശില്പശാലയിൽ KS സുനിൽകുമാർ, VM മൃദുൽ, അലീന, ശ്യാമ S പ്രഭ, C രേഷ്മ, മിഥുൻ കൃഷ്ണ, KA റഹീമ, KT അനസ് മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്നിയൂർക്കുളം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് KB സുകുമാരൻ നന്ദി പറഞ്ഞു. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം. പ്രശസ്ത കളരി ഗുരുക്കൾ പത്മശ്രീ C ശങ്കരനാരായണ മേനോന്റെ 1ാം അനുസ്മരണ യോഗം നടന്നു. ചാവക്കാട് വല്ലഭട്ട കളരി അങ്കണത്തിൽ നടന്ന യോഗം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ശങ്കരനാരായണ മേനോന്റെ പത്നി സൗദാമിനിയമ്മ ഭദ്രദീപം തെളിയിച്ചു. ദാരുശില്പ അനാച്ഛാദനം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി നിർവഹിച്ചു. ദാരുശില്പി എളവള്ളി ജയന്തൻ ആചാര്യയെ വല്ലഭട്ട കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗുരുവായൂർ അവധൂത് ആയുർമഠത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഡോക്ടർമാർ നയിച്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. KT ബാലൻ, KR സാംബശിവൻ, അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാൽ, EG സത്യപ്രകാശ്, ശശികുമാർ ചുണ്ടയിൽ, മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. KSRTC ബസ്സിലെ സുഖപ്രസവം ജീവനക്കാരെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ച് ഗതാഗത മന്ത്രി. അങ്കമാലിയിൽ നിന്നും തോട്ടിൽ പാലത്തേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ വെച്ച് യുവതി പ്രസവിച്ച സംഭവത്തിൽ ജീവനക്കാരെ ഫോണിൽ വിളിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അഭിനന്ദനം അറിയിച്ചു. KSRTC തോട്ടിൽപാലം യൂണിറ്റിലെ ഡ്രൈവർ AV ഷിജിത്ത്, കണ്ടക്ടർ TP അജയൻ എന്നിവരെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചത്. 29-ാം തീയതി തിരുനാവായിലേക്ക് യാത്ര ചെയ്തിരുന്ന യുവതിക്ക് ബസ്സിൽ പേരാമംഗലത്ത് വെച്ച് പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു.
അവസരോചിതമായ തീരുമാനം കൈക്കൊണ്ട് അടിയന്തരമായി യുവതിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി ബസിനുള്ളിൽ സുഖപ്രസവത്തിന് സൌകര്യമൊരുക്കുകയും ചെയ്തതിനാണ് മന്ത്രി ഇരുവരെയും അഭിനന്ദനം അറിയിച്ചത്. ഏറ്റവും അഭിനന്ദനാർഹവും മാതൃകാപരവുമായി സേവനമനുഷ്ഠിച്ച 2 ജീവനക്കാർക്കും ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെയും അഭിനന്ദന പത്രവും KSRTCയുടെ സൽസേവന രേഖയും നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചു. അജയനാണോ? അജയൻ, ഞാൻ ഗണേഷ് കുമാറാണ്, KB ഗണേഷ് കുമാർ, മിനിസ്റ്ററാ. ഞാൻ വിളിച്ചത് ഇന്നലത്തെ വാർത്ത കണ്ടു, വളരെ സന്തോഷം. ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാണ്. യാത്രക്കാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ എടുത്ത ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ബസ്സിൻ്റെ നിയന്ത്രണമുള്ളൊരു കണ്ടക്ടർ എന്നുള്ള നിലയിൽ ആ നിമിഷം ആ വണ്ടി തിരിച്ചു വിട്ടതും ആ സഹോദരിയെ ഹോസ്പിറ്റലിൽ എത്തിയതും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതിന് നിങ്ങൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നമ്മുടെ KSRTC ടീം പോയി കുഞ്ഞിനെ കണ്ടിരുന്നു. നിങ്ങൾക്കും CMD ഒരു ഗുഡ് സർവീസ് എൻട്രി തരും. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അഭിനന്ദന കത്തും വരും. ഇത് നല്ല സേവനമാണ്. നിങ്ങൾ ചെയ്ത കാര്യം മറ്റ് ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനും മാതൃകയാണ്. CCTV ന്യൂസ്, കേച്ചേരി. ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടുന്നതിനിടെ തകർന്ന റോഡിൽ മെറ്റൽ പരത്തി. പഴഞ്ഞി പള്ളി മുതൽ പെരുന്തിരുത്തി റോഡ് വരെയുള്ള ഭാഗത്താണ് ജലജീവൻ പദ്ധതിക്കായി മാസങ്ങൾക്ക് മുൻപ് പൈപ്പിട്ടത്. എന്നാൽ പൈപ്പിട്ട ഭാഗം മണ്ണിട്ട് മൂടുക മാത്രമാണ് അധികൃതർ ചെയ്തത്. മഴ പെയ്തതോടെ റോഡരികുകൾ ഇടിയുകയും കുഴി രൂപപ്പെടുകയും ചെയ്തു. റോഡരികിലെ കുഴി മൂലം വാഹനയാത്രക്കാർ ബുദ്ധിമുട്ടുന്നത് സംബന്ധിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ റോഡരികിലെ കുഴികളിൽ മെറ്റൽ വിരിച്ചത്. കാനിക്ക് മുൻപിലെ തടസ്സം കാരണം മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്നത് കാരണം വഴിയാത്രക്കാരും വലഞ്ഞു. മെറ്റൽ വിരിച്ചെങ്കിലും ഈ ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ഗുണം ലഭിക്കില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. മുൻപ് ജലജീവൻ പദ്ധതിക്ക് പൈപ്പിട്ട ഭാഗത്ത് മെറ്റൽ ഇട്ട ഭാഗങ്ങളിലെല്ലാം മഴയിൽ മെറ്റൽ ഒഴുകി റോഡിലേക്ക് ഒലിച്ചിറങ്ങിയിരുന്നു. ചൊവ്വന്നൂർ ICDS പ്രോജക്റ്റിൽ നിന്നും വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ചൂണ്ടൽകുന്ന് KR നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാരി ശിവൻ, ലളിത ഗോപി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TA മുഹമ്മദ് ഷാഫി, KK മണി, ചൊവ്വന്നൂർ പ്രോജക്ട് CDPO അർച്ചന, പ്രോജക്ട് ലീഡർ PK ശാന്ത എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടി ജീവനക്കാരായ സുമിത്ര, വത്സല, പത്മിനി, ശാന്തകുമാരി, നളിനി, സൗമിനി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ICDS സൂപ്പർവൈസർമാരായി പ്രൊമോഷൻ ലഭിച്ച ഷേർലി, ഷൈൻ, ഷിബി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി സ്റ്റേഡിയം ഗ്രൗണ്ടിനോട് ചേർന്ന് താമസിക്കുന്ന വീട്ടുകാർക്കുള്ള വഴി മാലിന്യം നിക്ഷേപിച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കിയതായി പരാതി. വിവിധയിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാനകോരിയ മാലിന്യവും കെട്ടിട അവശിഷ്ടങ്ങളുമാണ് റോഡിൽ തള്ളിയിട്ടുള്ളത്. ഇതോടെ ചെളി നിറഞ്ഞ അവസ്ഥയാണ്. 8 വീടുകളാണ് ഗ്രൗണ്ടിന് സമീപത്തായി ഉള്ളത്. മണ്ണ് കൊണ്ടുവന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. എത്രയും പെട്ടെന്ന് അധികൃതർ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെട്ടു. മുനിസിപ്പാലിറ്റിയിലെ 21-ാം വാർഡാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയിലെല്ലാം 8 വീടുണ്ട്. ഇവിടെ ഈ 8 വീട്ടുകാർക്കും ഉള്ള വഴിയാണിത്. ഈ ഭാഗത്ത് മുഴുവൻ വരുന്ന വഴിയിൽ മുഴുവൻ പിന്നെ ചളി മുനിസിപ്പാലിറ്റിയുടെ കാനയിലെ മണ്ണും PWയുടെ മണ്ണും ഒക്കെ കൊണ്ടുവന്ന് കെട്ടുകയാണ്. ഞങ്ങൾക്ക് ഒരാൾക്ക് അസുഖം വന്നാൽ കൊണ്ടുപോകാൻ ഒരു മാർഗവുമില്ല. ഞങ്ങൾ നിരന്തരം അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവർ വന്ന് നോക്കി എന്തെങ്കിലും കുറച്ചൊക്കെ ചെയ്ത് പോകാന്നുള്ളൂ. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള വഴിയെങ്കിലും ഞങ്ങൾക്ക് കാരണം ശരിക്കുള്ളത് കിട്ടണം. ഞങ്ങൾ റേഷനരി വാങ്ങാൻ പോലും ഞങ്ങൾ തലയ്ക്ക് ചുമടെടുത്തിട്ടാണ് ഞങ്ങൾ കുടുംബത്തേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് വഴി വേണം. മുനിസിപ്പാലിറ്റി അധികൃതർ കണ്ടേ പറ്റൂ. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാർഷിക മേഖലയ്ക്ക് ഏറെ ആശ്വാസകരമാകുന്ന വേലൂർ കിടായിച്ചിറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. കിടായിച്ചിറ പ്രാവർത്തികമാകുന്നതോടെ കർഷകരുടെ ചിരകാല സ്വപ്നമാണ് സഫലമാകുന്നത്. ജലവിഭവ വകുപ്പിന്റെ ഭരണാനുമതിയായതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇതിനായി 3 കോടി രൂപയാണ് ചെലവഴിക്കുക. വേലൂർ, വെള്ളാറ്റഞ്ഞൂർ, കുറുവന്നൂർ പാടശേഖരങ്ങളിലേക്ക് പ്രയോജനപ്പെടുന്ന ചിറ കരിങ്കൽ ഭിത്തി കെട്ടി വെള്ളം സംഭരിച്ച് സ്ലൂയിസ് വഴി പാടശേഖരങ്ങളിൽ ജലസേചനം സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി പറഞ്ഞു. AC മൊയ്തീൻ MLAയുടെ ഇടപെടലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗതയേറിയത്. നിലവിൽ ജലസേചനത്തിന് വെള്ളം കൊണ്ടുപോകാൻ
1 മീറ്റർ വ്യാസത്തിലാണ് കിടായിച്ചിറ തുറന്നിട്ടുള്ളത്. ഇതുവഴി ആവശ്യമായ ജലം ലഭ്യമാകാത്തതിനാൽ താൽക്കാലിക മൺചാൽ സംവിധാനം മാറ്റി 300 മീറ്റർ നീളത്തിൽ ലീഡിംഗ് ചാൽ നിർമ്മിച്ച് FRP ഷട്ടർ സ്ഥാപിച്ച് ജലവിതരണം ക്രമീകരിക്കാനാണ് എസ്റ്റിമേറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. കിടായിച്ചിറയിലെ ചണ്ടിയും മറ്റവശിഷ്ടങ്ങളും നീക്കി ആഴം കൂട്ടി ചിറയുടെ സംഭരണശേഷി കൂട്ടാനും പദ്ധതിയുണ്ട്. ചിറയുടെ ഏറ്റവും താഴത്തേതും ബലക്കുറവുള്ളതുമായ കനാൽ കടന്നുപോകുന്ന 100 മീറ്ററിൽ വശം കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷിക്കും. 300 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ട് പ്രതലമുറപ്പിച്ച് 1 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് കനാൽ നിർമ്മിച്ച് ജലസേചനം സുഗമമാക്കുന്നുണ്ട്. വശങ്ങൾ കെട്ടി സംരക്ഷിക്കാതെയും ചണ്ടിയും മറ്റവശിഷ്ടങ്ങളും നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞ അവസ്ഥയിലുമാണ് കിടായിച്ചിറ. ഇതുമൂലം പ്രദേശത്തെ ജനങ്ങൾക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ചിറ നവീകരിക്കുന്നതോടെ വേലൂർ പഞ്ചായത്തിലെ ഏകദേശം 122 ഹെക്ടർ കൃഷിഭൂമിക്ക് ആവശ്യമായ ജലം ലഭ്യമാകും. നിലവിലുള്ള ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർത്താനും സാധിക്കും. ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണവും മഴവെള്ളം കുത്തിയൊലിച്ചു പോകുന്നതും പ്രദേശത്തെ ഭൂഗർഭജല വിതരണത്തിൽ കുറവ് വരുത്തുന്നുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സാങ്കേതികാനുമതി ലഭ്യമാക്കി ഈ വേനലിൽ നിർമ്മാണം തുടങ്ങുകയാണ് ലക്ഷ്യം. കാർഷിക ജലസേചനത്തോടൊപ്പം ഗ്രാമീണ ടൂറിസം വികസനവും പരിഗണനയിലുണ്ട്. CCTV ന്യൂസ്, വേലൂർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. മുംബൈ ആസ്ഥാനമായുള്ള റെവൻസ എന്റർപ്രൈസസ് എന്ന സ്ഥാപനമാണ് ഏകദേശം 1 ലക്ഷം രൂപ വരുന്ന ഹോം ഹോപ്പ് സോളാർ ലൈറ്റ് സൗജന്യമായി കോളേജിൽ സ്ഥാപിച്ചത്. കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സോളാർ ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. റെവൻസ എന്റർപ്രൈസസ് മാനേജിംഗ് ഡയറക്ടർ ശരത് ഗോപി, സുവോളജി വിഭാഗം തലവൻ ഡോക്ടർ PP സന്തോഷ്, കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ അഭിലാഷ് V ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണ സ്തംഭനം മണലൂർ MLAയുടെ കഴിവുകേടെന്ന് മുൻ MLA PA മാധവൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം സ്തംഭിപ്പിച്ച നടപടിക്കെതിരെ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന് ജർമ്മൻ സർക്കാരിന്റെ സഹായധനമായ 229 കോടി രൂപ ലഭിച്ചിട്ടും റോഡ് പണി സ്തംഭിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മണലൂർ MLA മുരളി പെരുന്നെല്ലിക്ക് ഒഴിഞ്ഞുമാറാനാകില്ല. കല്ലുംപുറം മുതൽ തൃശൂർ പാറമേക്കാവ് ക്ഷേത്രനട വരെയുള്ള ഈ 4-വരിപ്പാതയിൽ മണലൂർ നിയോജകമണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ചൂണ്ടൽ സെന്റർ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗം മാത്രമാണ് 2-വരിപ്പാതയായി അവശേഷിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ചെറുവിരൽ പോലും അനക്കുവാൻ മണലൂർ MLA തയ്യാറായിട്ടില്ല എന്നും മാധവൻ അഭിപ്രായപ്പെട്ടു. പൂങ്കുന്നത്ത് നിന്ന് ചൂണ്ടൽ വരെയുള്ള റോഡിൻ്റെ നിർമ്മാണം 12 കഴിഞ്ഞിട്ടും 12 കൊല്ലം കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർണ്ണമായി സ്തംഭനാവസ്ഥയിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും നിർവാഹമില്ലാത്ത രീതിയിൽ വികസനം സ്തംഭിപ്പിക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഇതിനോടൊപ്പം നടക്കുകയാണ്. ഭാഗികമായി നിർമ്മാണം നടത്തി കോൺട്രാക്ടർ ഇട്ടുപോയ ട്രഷറി കാശില്ല എന്ന കാരണം പറഞ്ഞ് നിർമ്മാണം സ്തംഭിച്ചു എന്ന് പരസ്യമായി പറഞ്ഞ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം വേണം എന്നതാണ് ഈ സമരം. ഈ സമര പരിപാടിക്ക് പങ്കെടുത്തവരെക്കാൾ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായ എല്ലാവരുടെയും പിന്തുണയുണ്ട്. നിരന്തര സമരത്തിൻ്റെ തുടക്കം മാത്രമാണ് ഈ സമരപരിപാടി. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ, ഭാരവാഹികളായ P മാധവൻ, ആന്റോ പോൾ, MM ഷംസുദ്ദീൻ, OJ ഷാജൻ, ജെയ്സൺ ചാക്കോ, AM ജമാൽ, റൂബി ഫ്രാൻസിസ്, മീര ജോസ്, NA നൌഷാദ് എന്നിവർ സംസാരിച്ചു. റോഡ് നിർമ്മാണം സ്തംഭിക്കുകയും മണലൂർ നിയോജകമണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പാതയുടെ ഭാഗം മാത്രം 2 വരിയായി അവശേഷിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കേച്ചേരി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കേച്ചേരി പുഴയ്ക്കു കുറുകെ നിർമ്മാണം ആരംഭിച്ച് അപ്രോച്ച് റോഡ് പണിയാതെ ഉപേക്ഷിച്ച് അനാഥമായി കിടക്കുന്ന കേച്ചേരി പാലത്തിൽ പ്രതിഷേധ റീത്ത് സമർപ്പിച്ചതിനുശേഷം സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ RM ബഷീർ, ഷാജു തരകൻ, പ്രസാദ് വാഗ, BV ജോയ്, ആന്റോ ലിജോ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിന്റെ വികസന പദ്ധതികൾക്കായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ KG സുകുമാരൻ മാസ്റ്റർ ഓർമ്മയായി. ഗുരുവായൂർ ക്ഷേത്രനഗരിയുടെ വികസന ആവശ്യങ്ങൾക്കായി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കിയിരുന്ന വേറിട്ട സമരനായകനെയാണ് അദ്ദേഹത്തിന്റെ വേർപാടോടെ നഷ്ടമാകുന്നത്. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി യാഥാർത്ഥ്യമായതിനു പിന്നിൽ KG മാസ്റ്ററുടെ ശക്തമായ കരങ്ങളാണ്. ദശാബ്ദങ്ങളുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് KG ഇത് നേടിയെടുത്തത്.
ക്ഷേത്രവികസനത്തിന് 100 മീറ്റർ ഏറ്റെടുക്കുന്നതിന്റെ ആദ്യഘട്ടമായി 25 മീറ്റർ ഏറ്റെടുത്തതിന് പിന്നിലും സുകുമാരൻ മാസ്റ്ററുടെ പോരാട്ട വീര്യമായിരുന്നു. ഗുരുവായൂർ താനൂർ പാതയ്ക്കായി നിരന്തര ഇടപെടലാണ് മാഷ് നടത്തിയത്. ഗുരുവായൂരിലെ KSRTC ബസ്സുകളുടെ എണ്ണം കൂട്ടുന്നതിനും തീർത്ഥാടക ക്ഷേമത്തിനുമായി മാഷ് വിശ്രമമില്ലാത്ത പോരാട്ടമാണ് നടത്തിയത്. സ്വന്തം പെൻഷൻ തുകയിൽ നിന്ന് 15 ലക്ഷത്തിലധികം രൂപയാണ് മാസ്റ്റർ കേസുകൾക്കായി ചെലവാക്കിയത്. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃകാ അധ്യാപകനായിരുന്നു. 100 കണക്കിന് ശിഷ്യസമ്പത്തുള്ള സുകുമാരൻ മാഷുടെ നവതി മാസങ്ങൾക്ക് മുമ്പ് ശിഷ്യർ ചേർന്ന് ആഘോഷിച്ചിരുന്നു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച KG ശനിയാഴ്ച പുലർച്ചെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സംസ്കാരം നടത്തി. അധ്യാപികയായ സരസ്വതിയാണ് ഭാര്യ. സീത മകളാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ. മാധ്യമപ്രവർത്തന മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നാളെ തിരുവനന്തപുരം PWD റസ്റ്റ് ഹൌസ് ഹാളിൽ നടക്കും. സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള 150ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. രാവിലെ 10-ന് സംസ്ഥാന പ്രസിഡന്റ് M. റഫീഖ് പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിക്കും. M. വിൻസെന്റ് MLA, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളാകും. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KP ജയചന്ദ്രൻ, തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് M. രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് M. റഫീഖ് അധ്യക്ഷത വഹിക്കും. അംഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതി ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. മഹാത്മാഗാന്ധി നടത്തിയ അതിസാഹസികമായ സമരവും പോരാട്ടവുമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അവസരമുണ്ടാക്കിയതെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചൊവ്വല്ലൂരിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിയൻ ശൈലിയിലേക്ക് മടങ്ങുന്നു എന്നാണ് ലോകത്തിലെ മുഴുവൻ നേതാക്കളും പറയുന്നത്. 200ഓളം രാജ്യങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട്. 2000ഓളം പുസ്തകങ്ങൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത്രയും ബഹുമുഖ പ്രതിഭയായ നമ്മുടെയെല്ലാം മനസ്സിൽ ജീവിക്കുന്ന, ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ജീവിക്കുന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ച് പോലും മോശമായി സംസാരിക്കുന്ന പ്രധാനമന്ത്രിയാണ് രാജ്യത്തുള്ളതെന്ന് ലജ്ജാകരമാണെന്നും ജോസ് വള്ളൂർ വ്യക്തമാക്കി. ഇങ്ങനെ ഒരു മനുഷ്യൻ, മറ്റേ മാംസമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് നാളത്തെ തലമുറ സമ്മതിക്കില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ, ലോക പ്രശസ്തനായ സയന്റിസ്റ്റ്, ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത്. സഹന സമരങ്ങളിലൂടെ, സത്യാഗ്രഹ സമരങ്ങളിലൂടെ അഹിംസ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് മഹാത്മജി നടത്തിയ ഐതിഹാസികമായ സമരവും പോരാട്ടവുമാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ അവസരമുണ്ടായത്. ലോക നേതാക്കന്മാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നേതാവാണ് മഹാത്മാഗാന്ധി. ഗാന്ധിയൻ ശൈലിയിലേക്ക് മടങ്ങുന്നു എന്നാണ് ലോകത്തിലെ മുഴുവൻ നേതാക്കന്മാരും പറയുന്നത്. 200ഓളം രാജ്യങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട്. 2000ഓളം പുസ്തകങ്ങൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ലോകത്ത്. ഇത്രയും ബഹുമുഖ പ്രതിഭയായ നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ജീവിക്കുന്ന, ലോകത്തിലെ മുഴുവൻ ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് പോലും മോശമായി സംസാരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൊവ്വല്ലൂർ മേഖലയിലെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ കിറ്റ് വിതരണവും ചെയ്യുന്ന മെറിറ്റ് ഡേ ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി V. വേണുഗോപാൽ അധ്യക്ഷനായി. പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ എന്നിവർ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ NM നജീർ, കൺവീനർ അഡ്വക്കേറ്റ് രാഹുൽ, അബ്ദുൾ മജീദ് ഹാജി, KH ഇക്ബാൽ, KK അഷ്റഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. 17, 18, 33 ബൂത്തുകളുടെ പരിധിയിൽ നിന്നുള്ള പരീക്ഷാ വിജയികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. മേഖലയിലെ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 110ാം ശ്രാദ്ധം ജൂൺ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 മുതൽ ശ്രാദ്ധദിനമായ 8 വരെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന, അനുസ്മരണ ബലി, സന്ദേശം, കബറിടത്തിൽ ഒപ്പീസ്, അന്നീത എന്നിവ ഉണ്ടായിരിക്കും. ശ്രാദ്ധദിനത്തിൽ രാവിലെ 10-ന് ആരംഭിക്കുന്ന ആഘോഷമായ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഡേവിസ് പനയ്ക്കൽ നേതൃത്വം നൽകും. തുടർന്ന് ശ്രാദ്ധ ഊട്ട് ആരംഭിക്കും. 15,000-ഓളം പേർക്കുള്ള സദ്യയാണ് തയ്യാറാക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമീപത്തെ ആശുപത്രികളിൽ ഡയാലിസിസിനെത്തുന്ന രോഗികളുടെ ചിലവ് വരദച്ചൻ ട്രസ്റ്റ് വഹിക്കും. കുട്ടികളുടെ ചോറൂൺ, തുലാഭാരം തുടങ്ങി വഴിപാടുകളും ഉണ്ടാകും. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ, ജനറൽ കൺവീനർ ലിൻഡോ ചാക്കോ, ബിജു അന്തിക്കാട്ട്, ജോബ് സി ആൻഡ്രൂസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
32 വർഷത്തെ സ്തുത്യർഹമായ അധ്യാപന സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അണ്ടത്തോട് GMLP സ്കൂൾ പ്രധാന അധ്യാപിക പ്രസന്ന ടീച്ചർക്ക് സ്കൂൾ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. സ്കൂൾ അങ്കണത്തിൽ നടത്തിയ ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PS അലി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ബുഷറ നൌഷാദ, PTA പ്രസിഡന്റ് നവാസ് അണ്ടത്തോട്, മഹല്ല് പ്രസിഡന്റ് VK മുഹമ്മദ്, അബ്ദുസമദ് അണ്ടത്തോട്, ഇല്യാസ് തെങ്ങിൽ, മനീഷ രൂപേഷ്, അധ്യാപകരായ സൈഫുനിസ, സബിത തുടങ്ങിയവർ സംബന്ധിച്ചു. സ്ഥിരമായി യാത്ര ചെയ്യുന്ന KSRTC ബസ്സിലെ കണ്ടക്ടർക്ക് യാത്രയയപ്പ് നൽകി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ കൂട്ടായ്മ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടർ പുരുഷോത്തമന് വേണ്ടിയാണ് യാത്രയയപ്പ് നടത്തിയത്. എന്നും യാത്രക്കാരുടെ പഴി കേൾക്കുന്നവരാണ് KSRTC ബസ് ജീവനക്കാർ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനാണ് ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടർ പുരുഷോത്തമൻ എന്ന പുരുഷോത്തമൻ മാസ്റ്റർ. MA B.Edന് പുറമെ MSc സൈക്കോളജി ബിരുദധാരി കൂടിയാണ് ഈ കണ്ടക്ടർ. വർഷങ്ങളായി മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടറാണ് പുരുഷോത്തമൻ. കോവിഡ് കാലത്ത് ഒരു വാഹനം പോലും ഓടാത്ത സമയത്ത് പ്രത്യേക ഉത്തരവിലൂടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് KSRTC ബസ് അനുവദിച്ചിരുന്നു. എന്നാൽ ജോലിക്ക് ആളെ കിട്ടാതെ വന്നപ്പോൾ ധൈര്യസമേതം ആ ദൗത്യമേറ്റെടുത്ത് പുരുഷോത്തമൻ ജോലിക്കെത്തി. ബസ്സിലെ സ്ഥിരം യാത്രക്കാരെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കി ബസ്സിന്റെ സമയക്രമവും തത്സമയ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളും സന്ദേശമായി പങ്കുവച്ചു. നമുക്ക് ഡയറക്റ്റ് ഒരു ബസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ സൗകര്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് വരിക, കറക്റ്റ് സമയത്ത് തിരിച്ചെത്തുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറങ്ങി കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മാഷ് എല്ലാവരും മാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് നമുക്ക് കെയർ ചെയ്യണ പോലെയാണ്. ഇങ്ങോട്ട് നമ്മൾ ഈവനിങ്ങിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നമ്മളെല്ലാവരും ഇല്ലേന്ന് കൂടി നോക്കിയിട്ടാണ് മാഷ് ബസ്സെടുത്ത് പോകാറ്. അത്രയും കെയറിങ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനിയുള്ള ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ അതെല്ലാം പ്രതീക്ഷിക്കുന്നു. കോവിഡിന് ഇളവ് വന്നിട്ടും യാത്രക്കാരുമായുള്ള സ്നേഹബന്ധം തുടർന്നു. വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ്സിൽ വെച്ച് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. യാത്രക്കാർ അവരുടെ ഓർമ്മകൾ പങ്കുവച്ച യോഗം വികാരഭരിതമായിരുന്നു. ആശുപത്രി ജീവനക്കാരുടെ ഉപഹാരവും പുരുഷോത്തമന്റെ വക യാത്രക്കാർക്കുള്ള സമ്മാനവും നൽകി. 2002 മെയ്യിലാണ് പുരുഷോത്തമൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. അധ്യാപികയായ ദീപ്തിയാണ് ഭാര്യ. മകൻ അശ്വിൻ, മകൾ അപർണ. CCTV ന്യൂസ്, വേലൂർ. ചാവക്കാട് ബ്ലോക്ക് തല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരണം കൊച്ചന്നൂർ സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഷിത അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് BPC ഷൈജു മാസ്റ്റർ പ്രവേശനോത്സവ നടത്തിപ്പിനെ കുറിച്ച് വിശദീകരിച്ചു. വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര, വടക്കേകാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ്, കൊച്ചന്നൂർ സ്കൂൾ PTA പ്രസിഡന്റ് നൌഫൽ, പ്രിൻസിപ്പാൾ അജിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവേശനോത്സവ കൺവീനർ ഹസീന ടീച്ചർ ക്രോഡീകരണം നടത്തി. അധ്യാപകരായ അഞ്ജലി, ജീനി, നിഷ എന്നിവരെ വിവിധ കമ്മിറ്റി കൺവീനർമാരായി തെരഞ്ഞെടുത്തു. ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, സ്കൂൾ PTA മെമ്പർമാർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. മുകുന്ദം പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് അനൂപ് കൃഷ്ണൻ കഥയെഴുതി സംവിധാനം ചെയ്ത കൺമഷി എന്ന ഡോക്യു ഫിക്ഷണൽ മൂവിയുടെ പ്രദർശനം അബുദാബി ഗലീഥിയ റോയൽ സിനിമാസിൽ നടന്നു. RDX സിനിമാ സംവിധായകൻ നഹാസ് ഹിദായത്ത്, RDX, നെയ്മർ, കാതൽ തുടങ്ങിയ സിനിമകളുടെ കഥാകൃത്ത് ആദർശ് സുകുമാരൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്ലോബൽ ഡ്രൈവ് ഇവന്റ്സ് ആൻഡ് എക്സിബിഷൻ MD ഷിയാസ് ജിത്തു, ഗാർലിക് റെസ്റ്റോറന്റ് MD തൗഫീൽ വാഹിദ് എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള കലാരൂപങ്ങളായ തെയ്യം, നാഗം തുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങളോടുകൂടി വർണ്ണാഭമായ ഒരു ദൃശ്യ ശ്രവണ അനുഭൂതിയാണ് കൺമഷി എന്ന പ്രണയകാവ്യത്തിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്കെത്തുന്നത്. കൊച്ചി വനിത, വിനീത സിനിപ്ലെക്സിലും ഷാർജയിലും പ്രദർശനം നടന്നു. അഞ്ജലി മുകുന്ദം എഴുതി സംഗീതം ചെയ്തിട്ടുള്ള 4 മനോഹര ഗാനങ്ങൾ ഉൾപ്പെടുന്ന കൺമഷിക്ക് വിഷ്ണു ശിവശങ്കർ പശ്ചാത്തല സംഗീതവും ഷിഹാബ് ഓങ്ങല്ലൂർ ഛായാഗ്രഹണവും സച്ചിൻ സതി എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു.
അനൂപ് കൃഷ്ണൻ, അഞ്ജലി മുകുന്ദം, ജിത്തു മേനോൻ, ജിനോ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. റിലീസിനൊരുങ്ങുമ്പോൾ തന്നെ ഒട്ടനവധി ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസ് അവാർഡുകളും കൺമഷി കരസ്ഥമാക്കി. 30 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഈ ചിത്രം ഷാർജയിൽ നടന്ന ജ്വാല ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി പുരസ്കാരവും കരസ്ഥമാക്കി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. സാമൂഹ്യനീതി വകുപ്പിന്റെ കുന്നംകുളം സ്മൃതിപഥം ഡിമെൻഷ്യ പകൽ പരിപാലന കേന്ദ്രത്തിൽ സൗജന്യ മെമ്മറി ക്ലിനിക് സംഘടിപ്പിച്ചു. സൗജന്യ മറവി രോഗ പരിശോധനയും ഷുഗർ, പ്രഷർ എന്നിവയുടെ പരിശോധനയും നടന്നു. കുടുംബ പരിചാരകർക്കായി മഴക്കാല രോഗങ്ങളെക്കുറിച്ചും ഡിമെൻഷ്യ അവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും കുറിച്ച് സ്ഥാപനത്തിലെ സോഷ്യൽ വർക്കറും അഡ്മിനിസ്ട്രേറ്ററുമായ സുരേഷ് കുമാർ ക്ലാസ് എടുത്തു. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടന്ന മെമ്മറി ക്ലിനിക്കിൽ മറവി രോഗബാധിതരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. അജ്ഞാത വാഹനമിടിച്ച് മുൻകാലിന് ഗുരുതരമായി പരിക്കേറ്റ തെരുവ് നായക്കുട്ടിക്ക് രക്ഷകനായി കുന്നംകുളം ആനായ്ക്കൽ സ്വദേശി ബബീഷ്. 3 ദിവസം മുൻപാണ് 3 മാസം പ്രായമായ നായക്കുട്ടിയെ ട്രഷറിക്ക് സമീപത്തെ മത്സ്യമാർക്കറ്റ് റോഡിൽ അജ്ഞാത വാഹനമിടിച്ച് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. നായക്കുട്ടിയെ കണ്ട് സമീപത്തെ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാർ കുന്നംകുളം ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നായക്കുട്ടിയുടെ ജീവൻ വീണ്ടെടുക്കണമെങ്കിൽ സർജറി ഉൾപ്പെടെയുള്ളവ ചെയ്യണമെന്നായിരുന്നു മൃഗാശുപത്രി ഡോക്ടർമാർ നൽകിയ നിർദ്ദേശം. കുന്നംകുളം ആശുപത്രിയിൽ ഇതിനുള്ള സൗകര്യമില്ല. സംഭവം അറിഞ്ഞെത്തിയ കുന്നംകുളം ആനായ്ക്കൽ സ്വദേശി ഭവീഷ് നായക്കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ മൃഗാശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ നായക്കുട്ടിയുടെ കാലിൽ അണുബാധയുള്ളതായി കണ്ടെത്തി. 4 ദിവസത്തോളം ഇതിനാവശ്യമായ ചികിത്സ നൽകിയതിനു ശേഷം ജീവൻ നിലനിർത്തണമെങ്കിൽ മുൻവശത്തെ കാല് മുറിച്ചു കളയണമെന്നും ചികിത്സയ്ക്കായി 15,000 രൂപയോളം ചെലവ് വരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ചൊവ്വല്ലൂർ വാദ്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വല്ലൂർ സുനിലിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ തായമ്പക അരങ്ങേറ്റം നടന്നു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ വെച്ചാണ് 1 വർഷക്കാലത്തെ പരിശീലനം പൂർത്തിയാക്കിയ 13 കുട്ടികളുടെ തായമ്പക അരങ്ങേറ്റം നടന്നത്. 7 വയസ്സു മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളാണ് തായമ്പകയിൽ കൊട്ടിക്കയറി അരങ്ങേറിയത്. സംഘത്തിൽ 12 പേർ ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. MS വൈഗ, KP ഇതിഹാസ്, ശബരിനാഥ്, ഇഷാൻ തേജസ്, ദീക്ഷിത് ബിജു, അധിനാഥ് ഷാജി, അദ്വൈത് കൃഷ്ണ, സഞ്ജയ് P സുജയൻ, MS സൂര്യദേവ്, MS ആദിദേവ്, നവനീത് രാജീവ്, ദേവർഷ K ഹരീഷ്, ആദിദേവ് K രാജേഷ് എന്നിവരാണ് ചെണ്ടയിൽ താളമിട്ട് തായമ്പകയിൽ അരങ്ങേറിയത്. കഴിഞ്ഞ 22 വർഷമായി ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിനടുത്ത് വാദ്യകലാകാരൻ ചൊവ്വല്ലൂർ സുനിലിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സൗജന്യമായി ചെണ്ടമേളത്തിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. ചടങ്ങിൽ വാദ്യരംഗത്തെ പ്രമുഖരായ ചൊവ്വല്ലൂർ മോഹനൻ, വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, ഇരിങ്ങാപ്പുറം ബാബു, ചൊവ്വല്ലൂർ സുനിൽ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, മേളപ്രേമികൾ തുടങ്ങി ഒട്ടേറെ പേർ സന്നിഹിതരായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. മന്നലാംകുന്ന് ശൈഖ് ഹളറമി തങ്ങളുടെ ജീവിത ചരിത്രം എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. മഹല്ല് ഖത്തീബ് നിസാർ ആസനിയുടെ സാന്നിധ്യത്തിൽ മഹല്ല് പ്രസിഡന്റ് MA അലാവുദ്ദീൻ, അൻവർ മൊഹിയുദ്ദീൻ ഹുദവി എന്നിവർക്ക് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. അൽ അൻവാർ മാസിക എഡിറ്റർ സൈനുദ്ദീൻ മന്നലാംകുന്ന്, നബീൽ മന്നലാംകുന്ന് എന്നിവർ ചേർന്നാണ് പുസ്തകം എഴുതിയത്. അൻവർ മുസ്ലിയാർ, വാഹിദ് ബാഗവി എന്നിവർ സന്നിഹിതരായിരുന്നു. ജനറൽ സെക്രട്ടറി MK അബൂബക്കർ, ഉറൂസ് ചെയർമാൻ ആരിഫ് കരിയാടൻ, സെക്രട്ടറി KK ഇസ്മയിൽ, കൺവീനർ MA ഹനീഫ, ട്രഷറർ KM സൈദലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് പ്രോഗ്രാമും ന്യൂട്രൽ വെക്കേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. പാറന്നൂർ ജനകീയ വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. CDS വൈസ് ചെയർപേഴ്സൺ ഷിജി സിജോ അധ്യക്ഷയായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മുഖ്യാതിഥിയായി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, CDS അംഗങ്ങളായ നിഷ സത്യൻ, ജെൻഡർ കൌൺസിലർ NS സുഷി എന്നിവർ സംസാരിച്ചു. പൊതു സ്വകാര്യ ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ആത്മവിശ്വാസത്തോടെ നേരിടുന്നതിന് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ വനിതാ സ്വയം പ്രതിരോധ പരിശീലനം നൽകി വരുന്നതിന്റെ ഭാഗമായി നടന്ന സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ തൃശൂർ സിറ്റി പോലീസിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരും സെൽഫ് ഡിഫൻസ് മാസ്റ്റർ ട്രെയിനർമാരുമായ PK പ്രബിത,
സരിത, PB ഷിജി, IA ഷീജ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. CCTV ന്യൂസ്, കേച്ചേരി. ജീവജ്വാല അക്കാദമിയുടെ നേതൃത്വത്തിൽ വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ടാലന്റ് ഹണ്ട് സമാപിച്ചു. അക്കാദമി അഡ്വൈസറി ബോർഡ് മെമ്പറും ക്യാമ്പ് കോർഡിനേറ്ററുമായ KV ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര പിന്നണി ഗായികയും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ പുഷ്പവതി പൊയ്പാടത്ത് മുഖ്യാതിഥിയായി തന്റെ ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചു. സിനിമാ നടൻ ജോൺ ക്ലാരനെറ്റ്, ഡോക്ടർ VC ബിനോജ്, ബാബു ജേക്കബ് സി, ക്യാമ്പ് ചീഫ് ഗ്രൂമർ പ്രേംപ്രകാശ് ലൂവിസ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ് സി സ്വാഗതവും അക്കാദമി ഫാക്കൽറ്റി ജീവ റോസ്ബി നന്ദിയും പറഞ്ഞു. വേലൂർ സ്കൂളിൽ നടന്ന വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാലയ്ക്ക് കലാസാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച സുവനീഷ് പട്ടാമ്പി, സിമി രാജേഷ്, സിന്ധു, അലീന ജോൺ, ജീവ റോസ്ബി, പവിത്ര, ഐശ്വര്യ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ജീവജാല അക്കാദമി ഓഫ് ആർട്സ് അവതരിപ്പിച്ച പാട്ടും പരിശും എന്ന പരിപാടിയും ഉണ്ടായി. പ്രശസ്ത ഗായകനും തിരക്കഥാകൃത്തുമായ അഖിലേഷ് തയ്യൂർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, വേലൂർ. എന്റെ ചാലിശ്ശേരി പ്രവാസി കൂട്ടായ്മ വിജയോത്സവം 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് നടത്തി. കൂട്ടായ്മ ചാലിശ്ശേരി മേഖലാ കുടുംബങ്ങളിൽ നിന്നും SSLC +2 വിജയിച്ച 50ഓളം വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. ജാതിമത ഭേദമന്യേ ജീവകാരുണ്യ മേഖലയിലും സാമൂഹ്യ സേവനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന എന്റെ ചാലിശ്ശേരി പ്രവാസി കൂട്ടായ്മ UAE ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സ് പുത്തൂരിലെ ഡിസൈനർ സുവോളജി പാർക്കിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ MP മണി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ദീപേഷ് അധ്യക്ഷത വഹിച്ചു. NSS സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ P രഞ്ജിത്ത് മുഖ്യാതിഥിയായി. കൂട്ടായ്മ അംഗങ്ങളായ ഹാഷിം അച്ചാരത്ത്, PMA ലത്തീഫ്, റിയാസ് മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. വിശിഷ്ടാതിഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. 22 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ചൂണ്ടൽ പഞ്ചായത്തിലെ UD ക്ലർക്ക് VT രമേഷിന് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ഹസനുൽ ബന്ന, പഞ്ചായത്ത് സെക്രട്ടറി KA ഉണ്ണി, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, ഹെഡ് ക്ലർക്ക് ശാന്തി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും VT രമേഷിന് പാരിതോഷികം സമ്മാനിച്ചു. വിരമിക്കുന്ന ഉദ്യോഗസ്ഥൻ VT രമേശ് മറുപടി പ്രസംഗം നടത്തി. സ്നേഹവിരുന്നോടെ ചടങ്ങിന് സമാപനമായി. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മില്ലത്ത് ഇബ്രാഹിം ഖുറാൻ ടോക്ക് എന്ന പേരിൽ ആൽത്തറ LM UP സ്കൂളിൽ ഞായറാഴ്ച സംഘടിപ്പിക്കും. വൈകിട്ട് 4:30 സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരിപാടി പണ്ഡിതനും പ്രസിദ്ധ വാഗ്മിയുമായ അസീസ് മഞ്ഞിയിൽ ഉദ്ഘാടനം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിക്കും. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് തയ്യൂർ സ്കൂളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സ്കൂൾ പരിസരത്ത് അലക്ഷ്യമായി കിടന്നിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. കുടിവെള്ള ടാങ്കുകൾ വൃത്തിയാക്കി. ക്ലാസ് മുറികളും വരാന്തകളും ശുചീകരിച്ചു. സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് വൈദ്യുതി കമ്പികളിൽ സ്പർശിക്കുന്ന മരച്ചില്ലകൾ മുറിച്ചു നീക്കി. ബൂത്ത് പ്രസിഡന്റ് PH അൻസാർ, സെക്രട്ടറിമാരായ സനൽകുമാർ, CR രഞ്ജീഷ്, CS ശരത്ത്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ പൊതുസമ്മേളനം നടത്തി. ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ഹാളിൽ നടത്തിയ പൊതുസമ്മേളനം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി AS മനോജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് KM അലി, ദയാനന്ദൻ കോട്ടപ്പടി, ജെയിംസ് ആളൂർ, റീന കരുണൻ, KP വിനോദ്, ഉണ്ണി വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS മുഖ്യാതിഥിയായി. ചടങ്ങിൽ PTA പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ VK സുനിൽകുമാർ, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷെബീർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ സംസാരിച്ചു.
ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേയും പഠനോപകരണ വിതരണവും നടന്നു. സ്കൂൾ മാനേജർ MU ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ MD ഷീബ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള MV ഉണ്ണീരി പുരസ്കാരം സ്കൂൾ മാനേജർ വിതരണം ചെയ്തു. UAEയുടെ സ്നേഹാദരവ് സ്കൂളിന് വേണ്ടി മാനേജർ ഏറ്റുവാങ്ങി. 82-83 ബാച്ചിന്റെ പഠനോപകരണ വിതരണവും ഉണ്ടായിരുന്നു. UAE അലുമിനി പ്രതിനിധി ഡോക്ടർ KK രഞ്ജിത്ത്, 82-83 SSLC ബാച്ച് പ്രതിനിധി അജിത് പ്രസാദ്, ഡെപ്യൂട്ടി HM J ലൗലി തുടങ്ങിയവർ സംസാരിച്ചു. കോലഞ്ചേരി കാൽവരി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രൊഫസർ ഡോക്ടർ ജിജി ജോസഫ് പ്രസംഗിക്കും. എല്ലാം ഒന്നാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം നടക്കുമെന്ന് കാൽവരി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. വാഹന സൗകര്യവും ഉണ്ടായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6655 രൂപ, പവന് 53240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം മരത്തംകോട് കിടങ്ങൂർ തറയിൽ ജോർജ് മകൻ ഷാജൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തി. പ്രിയ ഭാര്യയാണ്. ജിയോ, ലിയോ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 1.5 പതിറ്റാണ്ടായി നിർമ്മാണം നിലച്ചുകിടക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിന് ശാപമോക്ഷമാകുന്നു. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കും. ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസ സൗകര്യം ലഭ്യമാകും. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. വയലത്തൂർ കുമാരൻമനയിൽ പ്രസാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവല്ലൂർ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം കുന്നംകുളം പോലീസ് ജയിലിലടച്ചു. വാഹനങ്ങൾക്ക് ഭീഷണിയായിരുന്ന ചാവക്കാട് ബൈപ്പാസ് റോഡിലെ കുഴി നികത്തി. നടപടി CCTV വാർത്തയെ തുടർന്ന്. പുന്നയൂർക്കുളം നാക്കോലയിൽ വീട് തകർന്നു വീണു. ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക. മാക്കാലിക്കൽ പുല്ലാനിപ്പറമ്പത്ത് പ്രസാദിന്റെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. ചാലിശ്ശേരി പഞ്ചായത്തിൽ വ്യായാമത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഓപ്പൺ ജിം വരുന്നു. ആദ്യഘട്ടത്തിൽ തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ ഓപ്പൺ ജിം പ്രാവർത്തികമാക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.